നമസ്കാരം. മാർച്ച് 6 മുതൽ റോഡ് മാർഗവും തീവണ്ടിയിലും ഡൽഹിയിലെത്താനുള്ള തങ്ങളുടെ ആഹ്വാനമനുസരിച്ച് നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ തടയുകയാണെന്ന് ഡൽഹി ചലോ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന കർഷക സംഘടനകൾ ആക്ഷേപമുന്നയിച്ചു. അമിതമായ പോലീസ് നടപടിയെ തുടർന്ന് പഞ്ചാബിൽ നിന്നുള്ള കർഷകർ നിലവിൽ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരോട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യമായ വിധത്തിൽ ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. സവായ് മധോപൂർ റെയിൽവേ സ്റ്റേഷനിൽ 30 പേർ ഉൾപ്പെടെ 130 കർഷകരെ രാജസ്ഥാനിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. ബീഹാർ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വരുന്ന കർഷകരെ ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ അവർ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തടവിലാക്കിയിരിക്കാമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് സമരസമിതി നേതാവ് പാന്തർ പരാതിപ്പെട്ടു. പാന്തർ സൂചിപ്പിച്ച പല സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. പാന്തർ പറയുന്നതനുസരിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കർഷകർ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണ വലയത്തിലാണ്. റെയിൽവേ, ബസ് സ്റ്റേഷനുകളിലും കർഷകർ ഒത്തുകൂടേണ്ട ജന്തർ മന്ദിർ സൈറ്റിലും ഉൾപ്പെടെ ഡൽഹിക്കുള്ളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പാന്തർ പറഞ്ഞു. തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചതിന് കേന്ദ്ര സർക്കാരിനെ പാന്തർ കളിയാക്കി. ഏത് സമ്മർദ്ദമുണ്ടായാലും ഡൽഹിയിലേക്കുള്ള മാർച്ചിനുള്ള തങ്ങളുടെ ആഹ്വാനം അതേപടി തുടരുമെന്നും പാന്തർ പറഞ്ഞു. കർഷകർക്ക് MSPക്ക് നിയമപരമായ ഗ്യാരണ്ടി ലഭിക്കാത്ത പക്ഷം ഞങ്ങൾ മടങ്ങി വരില്ല എന്നും പാന്തർ കൂട്ടിച്ചേർത്തു. അതേസമയം നടന്നുകൊണ്ടിരിക്കുന്ന ഡൽഹി ചലോ ആഹ്വാനത്തിൻ്റെ ഭാഗമല്ലാത്ത സംയുക്ത കിസാൻ മോർച്ച മാർച്ച് 14 ഡൽഹിയിൽ കിസാൻ മസ്ദൂർ മഹാപഞ്ചായത്ത് എന്ന പേരിൽ കർഷക തൊഴിലാളികളുടെ മഹത്തായ കൗൺസിലിന് തയ്യാറെടുക്കുകയാണ്. SKM പറയുന്നതനുസരിച്ച് 2021 3 വിവാദമായ കാർഷിക നിയമങ്ങൾ തിരിച്ചെടുക്കുമ്പോൾ BJP സർക്കാർ നൽകിയ എല്ലാ വാഗ്ദാനങ്ങളിലും വരാനിരിക്കുന്ന മഹാപഞ്ചായത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് വ്യക്തമാക്കി. 2006 MS സ്വാമിനാഥൻ അധ്യക്ഷനായ ദേശീയ കർഷക കമ്മീഷൻ ശുപാർശ ചെയ്ത ഒരു കർഷകന് ഒരു വിള ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചെലവും അതിൻ്റെ 50% തുല്യമായ ലാഭവും നൽകുന്ന ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ MSPകൾ ഉറപ്പിക്കുമെന്നും ഉറപ്പായ സംഭരണത്തിനൊപ്പം സംയുക്ത കിസാൻ മോർച്ച അവകാശപ്പെട്ടതും BJPയുടെ 2014 പ്രകടന പത്രികയിൽ യഥാർത്ഥത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നതുമായ വാഗ്ദാനങ്ങളിൽ തീരുമാനം വേണ്ടതുണ്ടെന്നും അവർ എടുത്തു പറഞ്ഞു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും പിന്നീട് ഉയർന്ന കർഷക വളർച്ചയിലൂടെ വിപണിയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നതാണ് MSPയെക്കുറിച്ചുള്ള പ്രധാന ചർച്ചയെന്ന് SKM അംഗം ദർശൻ പാൽ പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് നിഷേധിക്കുകയാണ്. രാജ്യത്തുടനീളം കർഷകർ ഒത്തുചേരുന്ന മഹാപഞ്ചായത്ത് ഈ വിഷയം ഉന്നയിക്കുന്നതിനും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്നതിനും ശ്രമിക്കുമെന്നും ദർശൻ പാൽ കൂട്ടിച്ചേർത്തു. SKMന് മഹാപഞ്ചായത്തിനുള്ള അനുമതി നൽകുമോ എന്നതിനെക്കുറിച്ച് അവർ ഇതിനകം ഡൽഹി സർക്കാരിനും ആഭ്യന്തര മന്ത്രാലയത്തിനും അനുമതിക്കായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും BJPയുടെ ശക്തമായ ചെറുത്തുനിൽപ്പ് കണക്കിലെടുത്ത് മന്ത്രാലയം അനുമതി നിഷേധിച്ചേക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കൃത്യമായ അവസ്ഥ അറിയാനാകും. ഡൽഹിയിൽ മഹാപഞ്ചായത്ത് നടത്താൻ അനുവദിക്കുന്നില്ലെങ്കിൽ മാർച്ച് 14 മുമ്പായി ഞങ്ങൾ ഒരു പുതിയ തീരുമാനമെടുക്കുകയും ഭാവി നടപടികൾ നിശ്ചയിക്കുകയും ചെയ്യുമെന്ന് ദർശൻ പാൽ കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശിലെ ഖേരി ലോക്സഭാ സീറ്റിൽ നിന്ന് അജയ് മിശ്ര ടെനിയെ മത്സരിപ്പിച്ചതിൽ SKM ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും BJPയെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2021 ലഖിംപൂർ ഖേരിയിൽ പ്രതിഷേധിച്ച 4 കർഷകരെ മറ്റുള്ളവരോടൊപ്പം ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ മുഖ്യപ്രതി ആശിഷ് മിശ്ര ടെനിയുടെ പിതാവാണ് ടെനി. കർഷക സംഘടനകൾ ഒന്നടങ്കം സമരരംഗത്തിറങ്ങുന്നതോടെ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയ കർഷക സമരത്തിന് വരും ദിവസങ്ങളിൽ വീര്യം കൂടുമെന്നുറപ്പ്.